ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളൊന്നുമില്ല. ഞാൻ 8ാം ക്ലാസ് മുതലുള്ള പെയിൻറ്റിങ്ങുകൾ, വരച്ച് പഠിച്ച പെയിൻറ്റിങ്ങുകൾ ഞാൻ ഇതേപോലെ ഒരു ബുക്കിൽ സ്റ്റേപ്ലെയർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ വലിയ രീതിയിലൊന്നും പെയിൻറ്റിങ് പഠിച്ചിട്ടില്ല, പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒന്നും പഠിച്ചിട്ടില്ല. കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് നെറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അതേപോലെ നമുക്ക് സ്കൂൾ തലത്തിലൊക്കെ ഫാബ്രിക് പെയിൻറ്റിങ് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എൻ്റെ പാഷൻ കാരണം കൊണ്ട് ഞാൻ പേര് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്ന ഡ്രോയിങ് ടീച്ചർ എനിക്കിങ്ങനെ പൂക്കൾ ഷെയ്ഡ് ചെയ്യേണ്ടതിനൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ബേസിക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് അല്ലേ കൂടുതൽ, അപ്പോൾ നമുക്ക് എല്ലാതും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതിനാവശ്യമുള്ള ഷെയ്ഡിങ്ങൾ മാത്രമാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് കാലത്ത് തൊട്ടിട്ട് 4 മണി വരെ തന്നെയായിരുന്നു എനിക്ക് പരിപാടി. അപ്പോൾ ഇതൊക്കെ കിളികളുടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനത്തെ ചിത്രങ്ങളാണ് നമുക്ക് മത്സരത്തിന് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാതും തയ്യാറെടുത്ത് പോകണം. എല്ലാവിധ ഷെയ്ഡിങ്ങുകളും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ പല വിധത്തിലുള്ള പൂക്കൾ, പിന്നെ പഴുത്ത ഇല, പച്ച ഇല, പഴുക്കാറായ ഇല, അങ്ങനെ പല സൈഡ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു അത്രയ്ക്കും നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്യണതിനൊക്കെയാണ് നമുക്ക് ഫസ്റ്റൊക്കെ കിട്ടാറുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാതും വിധത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പൂക്കളൊക്കെ പല കളേഴ്സിൽ ഷെയ്ഡ് ചെയ്തതുണ്ട്. പിന്നെ ഇലകളൊക്കെ പല തരത്തിൽ ഷെയ്ഡ് ചെയ്യുന്നതുണ്ട്. അതിൻ്റെ ആ ഞരമ്പുകളൊക്കെ ഇലയുടെ ആ ഞരമ്പുകളൊക്കെ നല്ല സൂക്ഷിച്ചിട്ട് അതേമാതിരി വരച്ചു കൊടുക്കണതും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണിത്. പിന്നെ ഫ്ലവേഴ്സ് ഷെയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഇങ്ങനെ മത്സരം വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കാണാനും കുഴപ്പമില്ല, ഭംഗിയുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഇതെങ്ങനെ പഠിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കതെന്തായാലും നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ +2-ലെ ഒരു മത്സരത്തിന് ചെയ്തതാണ് കേട്ടോ. ഇതൊരു മത്സരത്തിന് വന്ന പിക്ചറാണ്, അന്ന് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങനെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ പുറത്തേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്, മ്യൂറൽ പെയിൻറ്റുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ ചെയ്തിട്ട് അവർ ചെയ്തത് നോക്കിയിട്ടും, പിന്നെ ഇതേപോലെ പ്രദർശനങ്ങൾ ഉണ്ടാവില്ലേ, നമ്മുടെ മ്യൂറൽ ചിത്ര പ്രദർശനമൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയണത് ഒരു പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് വരച്ചതാണ്. ഫിനിഷ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇതാണ് ആദ്യത്തെ മ്യൂറൽ പെയിൻറ്റ് ചെയ്തതാണിത്. അപ്പോൾ ഇത് ഫുള്ളാക്കാൻ പറ്റിയില്ല, കാരണം പകുതി ചെയ്തപ്പോൾ തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ നേരിട്ടിട്ട് ഞാൻ ഷർട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3-4 ഷർട്ടിലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതേ കഥകളിയുടെ ഒരു പിക്ചർ ഞാൻ ഷർട്ടിൽ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പിക്ചറും ഇതൊക്കെ തമ്മിൽ വെച്ച് നോക്കും. ഫ്രണ്ട്സാണുള്ളത്. ഇതൊക്കെ സെറ്റ് മുണ്ടിൽ ചെയ്ത് കൊടുത്തതാണ് നമ്മൾ. പിന്നെ ഇത് സെറ്റ് സാരിയിൽ ചെയ്തത്, ഇതൊരു ചുരിദാറിൽ ചെയ്തത്. പിന്നെ നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഷർട്ടിലും കുർത്തയിലും ബ്ലൗസിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. ഫാബ്രിക് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിയാലും മതി. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു അമ്പലത്തിലേക്ക് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് ഹൈറ്റ് ഉള്ളതാണ്. ഇത് വാട്ടർ പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ യേശുവിൻ്റെ അവസാനത്തെ അത്താഴമാണ്. ഇത് പറയുമ്പോൾ തൃശ്ശൂർ അതിരൂപത തലത്തിലൊക്കെ എനിക്കൊരു മത്സരം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് ഞാനിത് പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്തത്. അപ്പം അന്ന് എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടിയിരുന്നു അതിരൂപത തലത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിത് പെയിൻറ്റിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് മനസ്സിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റും. കൂടുതൽ എനിക്ക് പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ ചെയ്യാനൊന്നും കൂടിയും ഫിനിഷിങ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് പെൻസിൽ സ്കെച്ചസ് ആണ്. ഇതൊക്കെ CD മാർക്കർ പെന്നോട് ചെയ്തിട്ടുള്ളതാണ്. ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്. പിന്നെ നമ്മുടെ ചാനലിൽ നിന്നുണ്ട് മ്യൂറൽസ് ആൻഡ് ആംഗിൾ ആർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതൊരു റെക്കോർഡ് ബുക്ക് പോലത്തെ ഒരു ബുക്കിൽ ഞാനിതേപോലെ സ്കെച്ചുകൾ വെറുതെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇതിലേക്ക് ട്രേസ് പേപ്പർ വെച്ചിട്ട് ഞാൻ പകർത്തിയിട്ട് നേരിട്ടിട്ട് ചെയ്യണം കേട്ടോ. കുറച്ചൊന്നുമില്ല, നാശമായി പോകുന്ന പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലത്തെ ചിത്രം ഇതിലേക്ക്, പിന്നെ എൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഇതിലുണ്ട്. പിന്നെ കുറേയൊക്കെ ആയിട്ട് പ്രിൻറ്റിങ്ങും ഫോട്ടോസ്റ്റാറ്റ് എടുത്തതും അങ്ങനെയൊക്കെ ആയിട്ടാണുള്ളത്. അതൊരു ഫയലിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പെൻസിൽ ഡ്രോയിങ്ങും അങ്ങനെയുള്ളതൊക്കെയാണ്. നമ്മൾ ഷർട്ടിലും സാരിയിലൊക്കെ ചെയ്യുമ്പോഴുള്ള റഫ് സ്കെച്ച് ആദ്യം ഇതിലാണ് വരച്ച് നോക്കുക. പിന്നെ ഇതിൽ കുറച്ച് പെൻസിൽ ഡ്രോയിങ്ങുകളും സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ഈ ഫയലിലാണ് സൂക്ഷിക്കുന്നത്. കുറേ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, സീനറികളുടെയൊക്കെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതൊന്നും നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിൽ കുറേ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു സ്കെച്ച് ബുക്കാണ്, അതായത് പെൻസിൽ ഷെയ്ഡിങ് പഠിക്കാനുള്ള ബുക്കാണ്. ലാൻഡ്സ്കേപ്പിൻ്റെയും പിന്നെ കുറേ ഫിഗേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ചൊക്കെ നാശമായി പോയതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതാണ് കേട്ടോ, നമുക്ക് പെൻസിൽ ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ, ഷെയ്ഡൊക്കെ പഠിക്കാൻ. ഇത് വൈക്കോലാണ്, വൈക്കോൽ വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയാണ്. കാർബൺ പേപ്പർ, കുറച്ച് വില ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഞാൻ കുറച്ച് സെയിലൊക്കെ നടത്തിയിരുന്നു മുന്നേ തന്നെ, പേപ്പർ കമ്മലും ടെറാക്കോട്ട ജ്വല്ലറിയുടെ ഒക്കെ. അപ്പോൾ അത് സെയിൽ ചെയ്യുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ പെയിൻറ്റിങ്സുകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്